ഇന്നത്തെ വചനചിന്ത താങ്കളെ ഒരത്ഭുത വിഷയമാക്കി മാറ്റുന്നു ദൈവം. താങ്കളുടെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ താങ്കളെ അത്ഭുത വിഷയമാക്കി ദൈവം ഉയർത്തും. ആരൊക്കെ താങ്കളെ ഒതുക്കുവാൻ നോക്കിയാലും വാക്തത്വമുള്ളവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുമ്പോൾ ഉയർന്നു വരും. കാരണം വചനം ശ്രവിക്കുന്ന വാക്തത്വമുള്ള താങ്കളെ തിരഞ്ഞെടുത്തത് മനുഷ്യനല്ല, താങ്കളെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. ആകയാൽ മുന്നിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ശത്രുക്കൾ എത്ര മുന്നിൽ നിന്നാലും, ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ, എരിഹോ പോലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നാലും, ഗോലിയാത്തിനെ പോലെ ഗർജിക്കുന്ന വിഷയങ്ങളിൽ മുന്നിൽ കടന്നു വന്നാലും, അവയൊക്കെയും വാഗ്ദത്തത്തിൻ്റെ വാതിലാക്കി ദൈവം മാറ്റും. വിശ്വസിക്കണം, ഭയപ്പെടാതെ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചുവടുവയ്ക്കണം. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വാതിലുകളെല്ലാം മുന്നിൽ അടഞ്ഞാലും വചനം ശ്രവിക്കുന്ന താങ്കൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. സർവശക്തനായ ദൈവം താങ്കൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറന്നു നൽകും. ചെങ്കടലിനെ ദൈവം തുറന്നതുപോലെ, യോർദാനിനെ ചിറ പോലെയാക്കിയതുപോലെ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാനിടയാകും. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം ആരാണെന്ന് തിരിച്ചറിയും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ ചില അവസരങ്ങൾ ജീവിതത്തിൽ ദൈവം നൽകാറുണ്ട്. അവ ഏറ്റെടുക്കാമെങ്കിൽ പിന്നത്തേതിൽ താങ്കൾ കരയേണ്ടി വരത്തില്ല. താങ്കളെ തകർക്കുവാനും തളർത്തുവാനും അനേകരുണ്ടാകാം. എന്നാൽ താങ്കളെ ചേർത്ത് പിടിക്കുവാൻ ഒരുവനെ കാണും. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. താങ്കളെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം വചനം ശ്രവിക്കുന്ന താങ്കളിൽ ദൈവം നിവർത്തിക്കും. മനുഷ്യർ സകലരും ഒരുമിച്ച് താങ്കളുടെ വഴികളെ ഓരോന്നോരോന്നായി അടയ്ക്കുമ്പോൾ, ചിലതിനെ പൂട്ടി മുദ്ര വയ്ക്കുമ്പോൾ, വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ആരും തുറക്കാത്ത മറ്റനേകം വഴികൾ കർത്താവ് തുറന്നു നൽകുവാനിടയാകും. കാരണം ജീവനുള്ള ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട, മുന്നോട്ട് ചരിക്കുക. യെശയ്യാപ്രവചന പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആകയാൽ വിളിച്ചു പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ലെന്ന്. എന്തെന്നാൽ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് അറിയുന്ന ദൈവം, ഇന്നുള്ള അവസ്ഥകളെക്കുറിച്ച് അറിയുന്ന ദൈവം, നാളെയെക്കുറിച്ചും അറിയുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാളെ എന്ത് നടക്കുമെന്നതിനെ ചൊല്ലി താങ്കൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം താങ്കൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. തിരുവചനം വിളിച്ചു പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവരെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പരിഹസിച്ചവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയും നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചവരുടെയും മുന്നിൽ കർത്താവ് യേശു ക്രിസ്തു താങ്കളെ വളർത്തുമാറാക്കും. കാരണം വാഗ്ദത്തമുള്ളവനെ വലയുവാനല്ല, വാഴുവാൻ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഭൂമിയിൽ വലയുവാൻ ദൈവം അനുവദിക്കത്തില്ല. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ വാഴുവാൻ ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്രയിച്ചാൽ സകല ജാതികളുടെയും മുൻപിൽ ദൈവം മാനിക്കുവാനിടയാകും. യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു സർവശക്തനായ ദൈവമാണ്. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആത്മികവും ഭൗതികവുമായ നന്മകളെ നൽകി ദൈവം മാനിക്കുവാനിടയാകും. ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് സകല നഷ്ടങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നു. പിന്നത്തേതിൽ ഭക്തനായ ഇയ്യോബിനെ ദൈവം മാനിച്ചു. ഭക്തനായ യോസഫ് കാരാഗൃഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു ചെന്നു. എന്നാൽ പിന്നത്തേതിൽ മിസ്രൈമിനെ രണ്ടാമനാക്കി സ്വർഗം ഉയർത്തി. ഭക്തനായ മോശ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ദൈവം കടത്തിവിട്ടു. ഭക്തനായ മോശയുടെ ജീവിതം പഠിക്കുമ്പോൾ 40 വർഷം മിസ്രൈമിലെ കൊട്ടാരത്തിൽ വളർന്നവൻ, നല്ല ആഹാരം കഴിച്ചവൻ. എന്നാൽ മരുഭൂമിയുടെ അനുഭവം കടന്നു വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും അതിനേക്കാളും ശ്രേഷ്ഠമായ ഫുഡ് നൽകി ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു നേതാവാക്കി മാറ്റിയെങ്കിൽ, ജനലക്ഷങ്ങളെ നയിക്കുവാൻ പ്രാപ്തിയുള്ളൊരു മനുഷ്യനാക്കി മാറ്റിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മെ ഒരത്ഭുതമാക്കി മാറ്റുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് ചലിപ്പാൻ, വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.